ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി തഴച്ച് വളരാനുള്ള ഒരു എണ്ണ കാച്ചിയെടുക്കാം. മുടിക്ക് ഉള്ളു കൂട്ടാനും മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാനും ഈ എണ്ണ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു എണ്ണ കാച്ചിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു മുൻപായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയിൽ ഒരു കറ്റാർവാഴയുടെ ഇലയും ഒരു കൈപ്പിടി കറിവേപ്പിലയും കൂടി നമ്മൾ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും കറ്റാർവാഴ ഉപയോഗിക്കുമ്പോൾ കറ്റാർവാഴ പറിച്ചതിന് ശേഷം കുറച്ച് നേരം കുത്തനെ വെക്കണം. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ആ ഒരു യെല്ലോ കളറ് പോയി കിട്ടും. അത് കളഞ്ഞില്ലെങ്കിൽ ഒരു ചൊറിച്ചൽ ഉണ്ടാക്കും. നമ്മളിന്ന് ഈ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് എണ്ണ കാച്ചുന്നത്. എണ്ണ കാച്ചാൻ ഏറ്റവും ഉത്തമം ഈ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു എണ്ണയിൽ ഈ ഒരു ഇരുമ്പിൻ്റെ അംശം കൂടി കിട്ടും. അത് നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. ഞാനിവിടെ ഏകദേശം ഒരു 1/2 ലിറ്റർ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കറ്റാർവാഴയും ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ കയ്യോന്നി ഉണക്കിപ്പൊടിച്ചതാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇനി ഇതുപോലെ പൊടിയല്ലാതെ പച്ച കയ്യോന്നി ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ടും ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ കറുത്ത ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കറുത്ത ജീരകം ചേർത്ത് കൊടുക്കുന്നത് മുടിക്ക് നല്ലൊരു കറുപ്പ് കിട്ടാൻ സഹായിക്കും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ ചെമ്പരത്തിയുടെ ഇല ഉണക്കി പൊടിച്ചതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ചെമ്പരത്തിയുടെ ഫ്രഷ് ഇലയുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ പൂവും ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചെമ്പരത്തിയുടെ ഇല ഉണക്കിപ്പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയൊക്കെ കാച്ചുമ്പോൾ നമ്മൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ആ ഒരു ചെമ്പരത്തിയുടെ ഇല ഉണക്കിപ്പൊടിച്ചത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അത് നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് താളിയായിട്ട് ഉപയോഗിക്കാം. എത്ര വർഷം വേണമെങ്കിലും അത് നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെമ്പരത്തിയിലേക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഉണക്കി പൊടിച്ച് വെച്ച് നോക്കൂ. അതുപോലെ തന്നെ എണ്ണ കാച്ചുമ്പോൾ അത്യാവശ്യം ചുവട് കട്ടിയുള്ളതും വലുപ്പമുള്ളതുമായ ഒരു പാത്രം എടുക്കണം. ഇല്ലെങ്കിൽ ആ എണ്ണയൊക്കെ അങ്ങ് തിളച്ച് പുറത്തേക്ക് മറിഞ്ഞു പോകും. ഇപ്പോൾ ഏകദേശം എണ്ണയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് ആ കറിവേപ്പിലയുടെ നല്ലൊരു മണമുണ്ട്. അപ്പോൾ ഇത് എണ്ണയുടെ കളറൊക്കെ അത്യാവശ്യം നന്നായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത സാധനങ്ങളൊക്കെ ഇതുപോലെ നന്നായിട്ട് എണ്ണയിൽ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതങ്ങ് കരിച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു എണ്ണയ്ക്ക് ഒരു കരിഞ്ഞ എണ്ണയുടെ ഒരു മണമൊക്കെ ഉണ്ടാവുക. അതേസമയം എണ്ണയുടെ കളറൊക്കെ മാറി നല്ലൊരു ഗ്രീൻ കളർ ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഈ ഒരു എണ്ണ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കൊരു കുപ്പിയിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കാനായിട്ട് ഞാൻ കുപ്പിയുടെ മുകളിലായിട്ട് ഇതുപോലൊരു തുണി വെക്കുന്നുണ്ട്. നമ്മൾ അരിപ്പയിൽ അരിക്കുന്നതിനേക്കാളും ഇതുപോലൊരു തുണി വെച്ച് അരിക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ പൊടി പോലും അരിച്ചു കിട്ടും. അപ്പോൾ ചൂടാറിയ എണ്ണ നമുക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാറിയില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അതൊക്കെ കയ്യിൽ വീണ് പൊള്ളാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നന്നായിട്ട് തണുക്കണമെന്ന് പറഞ്ഞത്. നമ്മളിപ്പോൾ കാച്ചിയെടുത്ത എണ്ണ മുഴുവനായിട്ട് ഇതിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. നല്ല കാച്ചെണ്ണയുടെ മണം വരുന്നുണ്ട്. ഇതിപ്പോൾ ഈ ഒരു കുപ്പിയിൽ കാണുമ്പോൾ കറുപ്പ് കളർ പോലെ തോന്നുമെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഇത് ഒരു സ്പൂൺ വെച്ച് കോരി കാണിക്കാം. ഇതുപോലെ നല്ല ഗ്രീൻ കളറാണ്. അപ്പോൾ മുടി കൊഴിച്ചൽ മുടിക്കുള്ളു കുറവൊക്കെ ഉള്ളവർ ഈ ഒരു എണ്ണ കാച്ചി ട്രൈ ചെയ്ത് നോക്കണം. ആഴ്ചയിൽ ഒരു 2 തവണയെങ്കിലും ഇത് തേച്ച് കുളിക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ല റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.